ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്നലെയാണ് ഒഫീഷ്യലായി ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്നലെ ഒരു വമ്പൻ സൈനിങ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 3 സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നായിരുന്നു അറിയിച്ചത്. ജീക്സന്റെ പകരക്കാരനെയും അതുപോലെ തന്നെ പെപ്രയെ ലോണിൽ വിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പകരക്കാരനെയും അതുപോലെ തന്നെ റൈറ്റ് ബാക്കായി ബംഗളൂരുവിൽ കളിക്കുന്ന ഒരു സൂപ്പർ താരത്തെയും നോക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഒരു സൈനിങ്ങും ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഫീഷ്യലായി അറിയിച്ചിട്ടില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇനി സൈനിങ് ഒക്കെ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടോ, ഇനി അത് സർപ്രൈസായി അനൗൺസ്മെൻറ്റ് ചെയ്യാനാണോ പദ്ധതി എന്നൊന്നും അറിയില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയൊരു ഡീൽ ഇപ്പോൾ അത് നടക്കില്ല, അത് പാളിപ്പോയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പഞ്ചാബ് FC റൈറ്റ് ബാക്കായി കളിക്കുന്ന നിഖിൽ പ്രഭു എന്ന് പറയുന്ന അവരുടെ സെൻറ്റർ ബാക്കിനെ സ്വന്തമാക്കാനായി ബ്ലാസ്റ്റേഴ്സ് ധാരാളമായി ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു. ഇന്നലെ ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു ചർച്ചകൾ ധാരാളമായി പുരോഗമിച്ചിരുന്നത്. എന്നാൽ ആ ഡീൽ നടക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം പഞ്ചാബ് FCയുമായി ഇപ്പോൾ അദ്ദേഹത്തിന് കരാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ട്രാൻസ്ഫർ ഫീ ആയി ബ്ലാസ്റ്റേഴ്സ് 80 ലക്ഷം രൂപ മാത്രമേ പഞ്ചാബ് FCക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ താരത്തെ 80 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് തരാൻ എന്തായാലും പഞ്ചാബ് FC തയ്യാറല്ല. ഇത്തിരി കൂടി പണം കൂട്ടിത്തന്നാൽ മാത്രമേ താരത്തെ ബ്ലാസ്റ്റേഴ്സിന് നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പഞ്ചാബ് FC അവകാശപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡീൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു ഡീലിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ജിക്സൺ സിംഗിനെ വിറ്റപ്പോൾ 3.5 കോടി രൂപയ്ക്ക് അടുത്താണ് കിട്ടിയത്. എന്തായാലും അതൊക്കെ ബ്ലാസ്റ്റേഴ്സ് എവിടെ കൊണ്ട് പൂർത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 80 ലക്ഷം മാത്രമേ ഈ നിഖിൽ പ്രഭു എന്ന് പറയുന്ന താരത്തിന് ട്രാൻസ്ഫർ ഫീ ആയി പഞ്ചാബിന് നൽകാൻ തയ്യാറായിട്ടുള്ളൂ. എന്തായാലും ആ ഡീൽ നടന്നിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്.